എഴിമലയോളം മേലേക്ക് എഴുകോലാഴം താഴേക്ക് കോലത്തുനാടിൻ്റെ വക്കോളം നട്ടരയാലിൻ്റെ വേരുണ്ട്. വേരു തീണ്ടിച്ചെന്ന മണ്ണിലെല്ലാം നട്ടരങ്ങത്തെ പൊടിപ്പുണ്ട്. ആല് തെഴുത്തേടമാൽ തറക്കാവും വാളും വിളക്കും അതിലുമുണ്ട്. അതാണ് അദ്ദേഹത്തിന് അനുഭവിച്ചതിനേക്കാൾ ഞാൻ ദരിദ്രം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ 10 രൂപ മാത്രം ശമ്പളത്തിന് തലശ്ശേരി ഒരു അമ്പലത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. മാസം 10 രൂപ, ദിവസമല്ല. അമ്പലത്തിൽ കിടന്നുറങ്ങാൻ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമായതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നിറങ്ങും. VS-ന്റെ ഫ്യൂണറലിൻ്റെ അവിടെ പോയി. പക്ഷേ എനിക്കതിൽ സന്തോഷം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും 75 വയസ്സിലും ജീവിച്ചു. കുതിച്ചുപായും നഗരിയിലൊരു ചെറുകൂര ചമയിക്കുവതെങ്ങനെ ഞാൻ. ഭാസ്കര മാഷ് എഴുതിയ എൻ്റെ കഥയാണ്. ജയരാജന്റെ സ്വന്തം അനിയനാണ്. മാത്രമല്ല ജയരാജന്റെ കുടുംബവും എൻ്റെ കുടുംബവും എന്നാണ്. എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും അയാൾ തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഓടളിക്കിയ പടം കളിയാക്കും. അതെ, കാരണം വെളിച്ചമാണെങ്കിൽ അവിടുന്ന് ഓടളിക്കും മോളിത്. അതാണ് അത് ചിലപ്പോൾ പുറത്തെടുത്തത് 75 വയസ്സിലാണ്. 75 വയസ്സിലാണ് തിരിച്ചറിഞ്ഞതേ ഉള്ളൂ. പണ്ട് ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, പിന്നെ 75 ഇങ്ങനെ ഓരോ കഥ പറഞ്ഞ് 75 വയസ്സിന് ശേഷമാണ് ഉണ്ണിക്ക് നല്ല കാലം. അപ്പോൾ എല്ലാവരും തമാശയാക്കിയത് 75-ന് ശേഷം പിന്നെന്താ മരിക്കുക, അത്രേ ഉള്ളൂ. മലയാളികൾ ഉള്ളിടത്തെല്ലാം മുഴങ്ങുന്ന മനോഹരമായ വരികളുടെ ഉടമ, കവി, ഗാനരചയിതാവ്, ഗായകൻ, സംഗീതജ്ഞൻ, സംഗീത സംവിധായകൻ, പ്രിയപ്പെട്ട കൈതപ്രവുമായി അല്പനേരം സ്വാഗതം. സന്തോഷം. കൈതപ്രം ഒരു കവിയുടെ പേര് മാത്രമല്ല, ഒരു നാടിൻ്റെ കൂടി നാടിൻ്റെ പേരാണ്. നാട് എപ്പോഴും കൂടെ സഞ്ചരിക്കുകയാണ് അല്ലേ? പേരായിട്ടും അതൊരു ഹൃദയവികാരമായിട്ടും സഞ്ചരിക്കും. നാട് എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാട് എല്ലാറ്റിലും ഉണ്ടാവും, എൻ്റെ കൂടെയുണ്ട്. നാടും നാട്ടിലെ പുഴകളൊക്കെയാണ് എന്നും കൈതപ്രത്തിൻ്റെ വരികളിലൂടെ ഒഴുകുന്നത് എന്നും. ഇപ്പം പി കുഞ്ഞിരാമൻ നായർ പറഞ്ഞിട്ടുണ്ട്, സഞ്ചരിക്കുന്ന എല്ലാം എനിക്ക് നാടാണ്, പക്ഷെ തിരിച്ചു പോകാൻ ഒരു കാഞ്ഞങ്ങാടുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ കൈതപ്രത്തിനും അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അത് ഈ ഭൗതികാർത്ഥത്തിൽ അല്ലെങ്കിലും ആത്മീയമായിട്ടും അല്ലെങ്കിൽ മാനസികാർത്ഥത്തിലും അങ്ങോട്ട് തിരിച്ചു പോകും. എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മദ്രാസിൽ തന്നെ 10-20 കൊല്ലം വർക്ക് ചെയ്തു തുടർച്ചയായിട്ട്. അപ്പോഴും 20 കൂടുതൽ കൊല്ലം വർക്ക് ചെയ്തപ്പോഴും ഞാൻ മദ്രാസ് താമസിച്ചിട്ടില്ല. വർക്ക് കഴിഞ്ഞാൽ അപ്പോൾ സ്ഥലം വിടുകയാണ്. പൊതുവെ പഴയ ആളുകളൊക്കെ മദ്രാസിൽ പോയി താമസിക്കുക അല്ലേ? അങ്ങനെയില്ല, അങ്ങനെയൊന്നും ഇല്ല. പിന്നീട് സിനിമ ഇങ്ങോട്ടേക്ക് വന്നു, നമ്മുടെ നാട്ടിലേക്ക് വന്നു. അതുകൊണ്ട് കൂടി ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇല്ല, അങ്ങനെയല്ല. എന്നാലും എനിക്ക് ഇതിൻ്റെ ഒരു മർമ്മം വിടാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും ആ നാട് ആ അർത്ഥത്തിൽ ഉണ്ടാവില്ലല്ലോ. എന്ത് തന്നെയായാലും താങ്കളുടെ ബാല്യം, കൗമാരം, അതൊക്കെ കടന്നു വന്ന വഴികളൊന്നും ഇപ്പോൾ എങ്ങനെയുണ്ട്? അങ്ങനെ എനിക്ക് പാട്ടിലതാണ് വേണ്ടത്. പാട്ടിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു നാട്. അന്നത്തെ വായനയും ആ വായനയിലുള്ള എൻ്റെ വിഷ്വൽ വായിച്ചാലും ഭാരതം കേട്ടാലും പാടിയാലും വായിച്ചാലും ഒക്കെ ഞാൻ എൻ്റെ കഥാപാത്രങ്ങളെ അതിലൂടെയാണ് കാണുന്നത്. ഒരുപക്ഷെ നിളാനദി എന്നുള്ളത് മനസ്സിൽ പാണപ്പുഴയാണ്, അല്ലെങ്കിൽ അല്ലേ? ഒരുപക്ഷെ വണ്ണാത്തിപ്പുഴയാണ് അല്ലേ? പാണപ്പുഴയും വണ്ണാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയും ഒക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ലാസ്റ്റ് പാട്ടുണ്ട്. അതെ. MT തന്നെ പറഞ്ഞിട്ടില്ലേ, ഒരുപാട് സമുദ്രങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ ചുറ്റുപാടും അല്ലേ? എൻ്റെ നിള എന്ന് പറയുന്ന പോലെ എൻ്റെ പാണപ്പുഴ, എൻ്റെ കൈതപ്രം എന്നുള്ളതാണ് കൈതപ്രത്തിൻ്റെയും നാട്, കവിതയിലൊരു നാടല്ലേ? ഞാനിപ്പോഴും ആ മണപ്പുറത്ത് ചരപ്പുറത്ത് കിടക്കുന്നതും രാത്രി ഇങ്ങനെ വളരെ നേരം ചരപ്പുറത്ത് കിടന്നുകൊണ്ട് സ്വപ്നം കാണുന്നത് എനിക്കിപ്പോൾ ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ പറഞ്ഞു കർക്കിടകത്തിലെ രേവതിയാണ് നക്ഷത്രം അല്ലേ? അതെ. അതിൻ്റെ തൊട്ട് മുമ്പത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. അത് അതാ ഞാൻ പറഞ്ഞത്. രണ്ടുപേരും മൂകാംബി കാണാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കണ്ടുമുട്ടാറുണ്ടാവും അല്ലേ? തലേദിവസം കാണാറ്. വാസുവേട്ടൻ ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ എത്തുമല്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. ഇത്തവണയും മൂകാംബി പോകുന്നുണ്ടോ? എങ്ങനെ ഇപ്പോഴും പോകുന്നുണ്ട് അല്ലേ? മൂകാംബി ഒരു വല്ലാത്തൊരു എനിക്കൊരു മാതൃബന്ധം പോലെ. ഒരു പ്രാവശ്യം ദാസേട്ടൻ്റെ പേരിലുള്ളൊരു അവാർഡ് എനിക്ക് കിട്ടി അവിടെ വെച്ചിട്ടാണ്. അന്ന് ദാസേട്ടനാണ് തരേണ്ടത്.
ദാസേട്ടൻ എത്താൻ ലേറ്റായി. അപ്പോൾ അദ്ദേഹം വന്ന ഉടനെ എല്ലാവരും കാത്തിരിക്കുന്ന ആൾക്കാർ നോക്കിയിട്ട് പറഞ്ഞു, ദാമോദരനും ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയില്ല, ഇത് ഞങ്ങൾ ഒരേ അമ്മ മക്കളാണെന്ന്. അതെ അതെ. കർക്കിടകം എന്ന് പറയുമ്പോൾ എം ടിയുടെ കർക്കിടകം കർക്കിടകം എന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എം ടി പറയുന്നത് അങ്ങയുടെ കൂടി ശ്രദ്ധയിൽ ഉണ്ടാവുമായിരിക്കും. കാരണം കർക്കിടകം ആയതുകൊണ്ട് എൻ്റെ പിറന്നാൾ ആരും അറിയരുതേ എന്നായിരുന്നു പ്രാർത്ഥന എന്ന്. അതായത് മറ്റു കുട്ടികളെ പോലെ ആഘോഷിക്കാനൊന്നും ഒന്നുമില്ല ഉണ്ടായിരുന്നില്ല. ഒരുതരം ഒരു പുറമേ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്പന്നതയുടെ ഉള്ളിൽ ഒരു ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിരുന്നു അങ്ങും എനിക്ക് തോന്നുന്നത് അല്ലേ? ഞാൻ അദ്ദേഹത്തിന് അനുഭവിച്ചതിനേക്കാൾ ഞാൻ ദരിദ്രം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ 10 രൂപ മാത്രം ശമ്പളത്തിന് തലശ്ശേരി ഒരു അമ്പലത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. മാസം 10 രൂപ, ദിവസമല്ല, മാസം 10 രൂപ കിട്ടും. കിടന്നുറങ്ങാൻ അമ്പലത്തിൽ കിടന്നുറങ്ങാൻ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമായതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നുറങ്ങും. അതൊക്കെ എനിക്കിപ്പോഴും അഭിമാനമാണ്. അതെല്ലാം ഞാൻ പിന്നെ അന്ന് ഞാൻ വാസുദേവനെ പോലെ ചിന്തിച്ചിരുന്നത് രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ പ്രതികരണം എന്നോട് തന്നെയായിരുന്നു. എനിക്ക് മുമ്പോട്ട് പോകണം, ഇതല്ല എൻ്റെ സ്ഥലം, എനിക്ക് ഇനിയും പോകണം എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ആ പവർ എന്ന് പറയുന്നത് അതുപോലുള്ള വായനയുടെയാണ്. വാസുദേവൻ എന്നെ അത്ര സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ VS-ൻ്റെ ഫ്യൂണറലിൻ്റെ അവിടെ പോയിരുന്നു. പക്ഷേ എനിക്കതിൽ സന്തോഷം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും 75 വയസ്സിലും ജീവിച്ചു. ഞാൻ ഇന്ന് മോന് മെസ്സേജ് അയച്ചിരുന്നു, അരുണിന്. അദ്ദേഹത്തിൻ്റെ കൂടെ 75 വർഷം ജീവിച്ചു എന്നുള്ള അഭിമാനത്തിനാണ് ഞാൻ പോയത്. അങ്ങനെയാണ് ഞാൻ ആൾക്കാരെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ അതൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതിനപ്പുറത്ത് മനുഷ്യൻ സ്നേഹിക്കുന്ന മനുഷ്യൻ, കടുത്ത തീരുമാനമെടുക്കുന്ന മനുഷ്യൻ, ധീരനായ മനുഷ്യൻ, അവരെയൊക്കെ എനിക്കിഷ്ടം. ഒരുപക്ഷെ AKG ഇല്ലാത്തൊരു കാലത്ത് അത് പൂരിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് VS-നെ പോലുള്ള ആളുകളായിരിക്കും അല്ലേ? ഇപ്പം അങ്ങനെ AKG എനിക്കറിയാം. നാട്ടിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അതേ MP ആയ നാട്ടിലാണ് ഞാനും. കാസർഗോഡ്. ശാന്തി എന്ന കവിതയിലും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ AKGയെ കുറിച്ച് അല്ലേ അങ്ങ് തന്നെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും കാണാൻ ഒരുപക്ഷെ ഞാനുണ്ടാവില്ല, പക്ഷേ അതെ ആ പുലരി വരും, ഒരു പുലരി വരും എന്നുള്ളതാണ് ഇത്തരം സങ്കല്പം. ആ ഒരു സങ്കല്പമാണ് അതിൻ്റെ പിന്നിൽ. തീർച്ചയായും ഇപ്പോൾ പിറന്നാൾ പറയുമ്പോൾ അന്നത്തെ ആ ഒരു തീർച്ചയായും അതൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ പണ്ടത്തെ കാലത്ത് തന്നെ. പക്ഷേ ഞാനിപ്പോഴും അത് ദൈവത്തിന് സമർപ്പിക്കുന്ന ആളാണ്. എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം, ഞാൻ അമ്മയുടെ അടുത്താണ് പോകുന്നത്. ഞാൻ ഇതെല്ലാം കൂടി ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. എനിക്കിതെല്ലാം ഉണ്ട്. ഏറ്റവും പുരോഗമനമായ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും പഴയ കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്നെ തന്നെയാണ്. ആ എന്നിലെ അമ്മയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ എന്നിലെ മക്കളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ആ എന്നിലെ സഹോദരരെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതൊക്കെയാണ് എൻ്റെ പാട്ടിലുള്ളത്. ഇപ്പോൾ ആ ഒരു കൗമാരകാലമൊക്കെ കഴിഞ്ഞപ്പോൾ യൗവനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ നാട്യഗൃഹം, അവിടുത്തെ ഒരു നടനായിട്ടും ഗായകനായിട്ടും സംഗീതകാരനായിട്ടൊക്കെ ജീവിതം. അന്ന് ജീവിച്ചവർ ഇപ്പോൾ മുരളിയില്ല, കൂടെയില്ല, നരേന്ദ്രപ്രസാദ് ഇല്ല, കാവാല ഇല്ല, വേണുമില്ല. ഒരു തരം ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ടാവില്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും. അവരൊക്കെ എൻ്റെ മനസ്സ് നിറച്ച ആൾക്കാരാണ്. പണിക്കർ സാറും അയ്യപ്പ പണിക്കർ സാറും ഒക്കെ തന്നെ, കടമ്പനിട്ട, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ വിനയേന്ദ്രൻ, എൻ്റെ അടുത്ത ആൾക്കാരാണ് അവരൊക്കെ. മുരളി പ്രസാദ് സാറ്, അവരൊക്കെ എൻ്റെ ജീവിതത്തിനെ പൂരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരു അഭിമുഖത്തിൽ താങ്കൾ മുരളിയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും പറയുന്നില്ല, എൻ്റെ സ്വന്തം എന്നേ പറയുന്നുള്ളൂ. അങ്ങനെയാണ്. ആ ഒരു വാക്കിൽ എല്ലാം ഉണ്ട്. അത്രയുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അത് മുരളിയും അതേപോലെയാണ്. മുരളി ഈ വീട്ടിൽ മുരളി ഉള്ള സമയത്തൊക്കെ വരും, കോഴിക്കോട് വരുമ്പോഴൊക്കെ വരും, അല്ലാതെയും വരും. വന്നാൽ നേരെ അകത്തേക്ക് കയറിയിട്ട് എൻ്റെ വൈഫിനോട് അന്തർജനം ദോശയുണ്ടോ ഒക്കെ ചോദിച്ചിട്ട് വാങ്ങി കഴിക്കുന്ന ആളാണ്. അത്ര മുരളിക്കും ഉണ്ടായിരുന്നൊരു മൂകാംബിക യാത്രയൊക്കെ തീർച്ചയായിട്ടും ബന്ധങ്ങളുണ്ട്. അങ്ങനെ നിങ്ങളുടെയൊക്കെ ഒരു ഉള്ളിലുള്ള ഒരു അക്ഷരപൂജയാണല്ലേ ഈ മൂകാംബികയിലേക്ക് ഇങ്ങനെ നിരന്തരം സഞ്ചരിപ്പിക്കുന്നത്. അതിപ്പോൾ പുറത്തിൽ കുഞ്ഞബ്ദുള്ളയും പോകായിരുന്നു, എല്ലാവരും പോകായിരുന്നു. അവിടെ എന്തോ ഒരു ചെറുകാട് മിക്കവാറും മൂകാംബികയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അതെ. അപ്പോൾ ചെറുകാടിനോട് തന്നെ ചെറുകാട് വലിയ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. അപ്പോൾ താങ്കൾ ഇങ്ങനെ ചോദിച്ചു പോലും, എന്തിനാ ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തിനാണ് പോകുന്നത് വെച്ചപ്പോൾ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടത്, ദേവിയെ ഞാൻ
ചെമ്പട്ടെടുത്ത ദേവിയാണ് കാണുന്നത്. ചെങ്കടി കാണുന്നത് പോലെ തന്നെയാണ് കാണുന്നത്. ഈ കുങ്കുമത്തിന്റെ വർണ്ണം. അതെ അതെ അതെ, അങ്ങനെ കുങ്കുമത്തിന്റെ വർണ്ണാണെന്ന് പറഞ്ഞു കേട്ടു. ശരിയാ. അതുപോലെ തന്നെ ചെറുകാട് ഇപ്പൊ ചാമുണ്ടേശ്വരി ദേവിയെ അടുത്തും പോകാറുണ്ടായിരുന്നു. മൈസൂര് അവിടെയും പോകാറുണ്ടായിരുന്നു പറയുന്നത് കേട്ടിരുന്നു. ഞാനിപ്പോൾ അങ്ങയുടെ ഈ ഒരു അലച്ചിൽ കാലം എന്ന് പറയാവുന്നതാണ് ഈ യൗവനകാലം എന്ന് പറയുന്നത് അല്ലേ? എവിടെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അതാണ്. പക്ഷെ ആ അലച്ചില് എനിക്ക് സർഗാത്മകമായ ഒരു ശക്തി പകർന്നു അല്ലേ? ഒരു സർഗാത്മകമായ അതിൽ നിന്നാണ് ഇപ്പോൾ കുതിച്ചുപായും നഗരിയിലൊരു ചെറുകൂര ചമയിക്കുവതെങ്ങനെ ഞാൻ. ഭാസ്കര മാഷ് എഴുതിയ എൻ്റെ കഥയാണ്. കാരണം ഈ കുതിച്ചു പായുന്ന നഗരിയിൽ എനിക്കൊരു കൂര എങ്ങനെ ഉണ്ടാവും? ഭാസ്കര മാഷ് എനിക്കൊന്ന് അങ്ങയുടെ ഒരു യൗവന കാലം എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഭാസ്കര മാഷാണ്. അതെ അതെ. നഗരമേന്തി ഇറങ്ങിയതും 67 ഞാൻ തലശ്ശേരിയാണ്. തലശ്ശേരി സൈഡിലാണ്. ഈ മറ്റൊന്ന് ഇപ്പോൾ എന്നെന്നും കണ്ടിട്ടൻ്റെ ആ ഒരു സെറ്റിലേക്ക് വരുന്നു. അന്ന് വയലാർ എഴുതിയ മുറിയിൽ ഇരുന്നിട്ടാണ് പാട്ട് എഴുതിയത് കേട്ടിട്ടുണ്ട് അല്ലേ? അഭിമാനിക്കുന്നുണ്ട്. അതായത് നമ്മളത് വയലാറും പി ഭാസ്കരനും ഒക്കെയാണ് ഉള്ളിലൂടെ ഇങ്ങനെ എപ്പോഴും. തീർച്ചയായിട്ടും അതെ. ഭാസ്കര മാഷം വയലാറും കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആളുള്ളൂ. എനിക്ക് തോന്നുന്നു പി ഭാസ്കരന്റെ ഇമാജറികളോട് ആണ് കൂടുതൽ അടുപ്പം തോന്നുന്നത് കൈതപ്പുറത്തിന്റെ വരികൾ. കാരണം ഗ്രാമീണമായ കുറച്ച് ഗ്രാമീണതയുടെ ഒരു അതെ എല്ലാറ്റിലും ഉണ്ടാവും. ഇപ്പോൾ ഇതില്ലേ അദ്ദേഹത്തിന് എല്ലാ പാട്ടിലും ഉണ്ട്. ഇപ്പം നഗരമേ നന്ദി, അതേപോലെ മുറപ്പെണ്ണ്, ഇതിലൊക്കെ പ്രധാനം ഭാസ്കര മാഷ് എഴുതിയിട്ടുള്ളതൊക്കെ ഈ പിന്നെ എം ടിയുടെ കഥകൾക്കാണ്. ഏറ്റവും മനോഹരമായ പാട്ടുകൾ മുഴുവൻ എം ടിയുടെ കഥകൾക്കാണ്. മുറപ്പെണ്ണ്, നഗരമേ നന്ദി, അസുരവിത്ത്, അറബി പെണ്ണ്, അല്ലെങ്കിൽ പിന്നെ പകൽക്കിനാവ്, എല്ലാം അങ്ങനെയാണ്. പിന്നീട് എനിക്ക് ഭാസ്കര മാഷിൻ്റെ സ്ഥാനം എനിക്ക് ദാസേട്ടൻ തന്നു. കാരണം 3-4 പടം, 4-5 പടം എന്നെ കൊണ്ടാണ് എഴുതിയത് വാസുവേട്ടൻ. ഇപ്പോഴും എനിക്ക് അഭിമാനമുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഈ പൈതൃകം, ദേശാടനം, ഈ ഒരു ജയരാജ് സിനിമകളുടെ ഒരു ഒഴുക്കിലാണ് എനിക്ക് തോന്നുന്നത് അങ്ങയുടെ ഒരു പ്രഭ കുറച്ചുകൂടി തെളിഞ്ഞത്. ജയരാജൻ്റെ സ്വന്തം അനിയനാണ്. അതെ 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 അതെ. മാത്രമല്ല ജയരാജൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും ഒന്നാണ്. എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും അയാൾ തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ വിശ്വൻ, എൻ്റെ മോൻ ദീപാങ്കുരൻ, എൻ്റെ വൈഫിൻ്റെ അച്ഛൻ മുത്തച്ഛൻ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഇങ്ങനെ എല്ലാവരും. ഇപ്പം എൻ്റെ അനിയത്തിയുടെ മകൻ സന്തോഷ് മാടാന്നുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയ പിന്നെ ജയരാജൻ്റെ ശിഷ്യനാണ്. എല്ലാവരും അതെ. നിങ്ങളൊരു കുടുംബാംഗം തന്നെയാണ്. എന്തൊരു മനപ്പൊരുത്തം. ഇപ്പോഴും മിനിയാന്ന് ഇവിടെ വന്നിട്ട് പോയി, ഇപ്പോഴും പോകും. ഇപ്പോഴും ജയരാജ് ഈ ഓഗസ്റ്റിൽ ഇറങ്ങാൻ പോകുന്നൊരു പടം ഞങ്ങൾ ചെയ്ത പടമുണ്ട്. അതെ, ഇതാണ് ഒരു പടം, നമ്മുടെ രാജുവേട്ടൻ്റെ കഥ, മുല്ലശ്ശേരി രാജുവേട്ടൻ്റെ കഥ. പിന്നെ ദേശാടനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കുടുംബ സിനിമ തന്നെയാണത്. തീർച്ചയായിട്ടും അല്ലേ? അതിന് എൻ്റെ മോനും അതിൽ പാടിയിട്ടുണ്ട്. അതെ. അപ്പോൾ ആ സിനിമയുടെ എം ജി രാധാകൃഷ്ണനായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ മരിച്ചുപോയി, ക്യാമറ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതും ഇതുപോലെ നമ്മൾ ഈ മൂകാംബിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പറഞ്ഞത്, ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് പോലെ പ്രകൃതി വെളിച്ചായിരുന്നു അല്ലേ? പ്രകൃതി വെളിച്ചം ഓടളിക്കിയ പടം അല്ലേ? അതെ, കാരണം വെളിച്ചമാണെങ്കിൽ അവിടുന്ന് ഓടളിക്കും മുകളിൽ. അതാണ് നാലേട്ടിൻ്റെ മുകളിൽ ഓടളിക്കാലെ വെളിച്ചം കിട്ടും. പ്രകൃതിയിലെ വെളിച്ചം. ഒപ്പം തന്നെ സ്വാഭാവികമായി പ്രകൃതി നൽകിയ നടന്മാരുമാണ്. ഉദാഹരണത്തിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു നടനൊന്നും ആയിരുന്നില്ല. അതൊന്നുമല്ല, സ്വാഭാവികമായി മാടമ്പ് ഒക്കെ നടനൊന്നല്ല. സ്വാഭാവിക വെളിച്ചം പോലെ, സ്വാഭാവിക പ്രകൃതി പോലെ സ്വാഭാവിക നടന്മാരുണ്ടായി. സ്വാഭാവിക ഗാനങ്ങളും ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്നതില്ല. ആദ്യമായി മ്യൂസിക് ചെയ്യുന്നത് അതിലാണ്. അതെ 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 അതെ. എന്നിട്ട് എൻ്റെ ആരാധ്യ പുരുഷനായിട്ടുള്ള ദാസേട്ടനെ കൊണ്ട് പാടിക്കുന്നു ഞാൻ നേരിട്ട് പോയിട്ട് പാടിച്ചു. അതെ 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 അതെ. ഇതൊക്കെ സാഫല്യം കിട്ടിയത് ജയരാജൻ്റെ മുഖേന. അതെ അതെ അതെ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കുറിച്ച് പറയുമ്പോൾ അന്ന് ചിന്തരവിയേട്ടൻ ആയിരുന്നു ഒരു അവാർഡ് ജൂറിയിൽ ഉണ്ടായിരുന്നത്. രവിയേട്ടൻ പറഞ്ഞു അന്ന് നാഷണൽ അവാർഡ് നഷ്ടമായത് ഒരൊറ്റ പോയിന്റിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക്. കാരണം ഈ ഒരു ഉള്ളിൽ എവിടെയോ അദ്ദേഹത്തിനൊരു ഇതുണ്ടായിരുന്നു അല്ലേ, ഒരു അഭിനയത്തിൻ്റെ ഒരു പ്രതിഭ ഉണ്ടാവും. പുറത്തെടുത്തത് 75-ആം വയസ്സിലാണ് തിരിച്ചറിഞ്ഞതേ ഉള്ളൂ. ചില മനുഷ്യരെ അങ്ങനെ ആയിരിക്കും, കണ്ടെത്തപ്പെടുന്നത് വൈകിയാണെങ്കിലും അല്ലേ. പണ്ട് ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, പിന്നെ 75
ഇങ്ങനെ ഓരോ കഥ പറഞ്ഞ് 75 വയസ്സിന് ശേഷമാണ് ഉണ്ണിക്ക് നല്ല കാലം. അപ്പോൾ എല്ലാവരും തമാശയാക്കിയെന്ന് 75-ന് ശേഷം പിന്നെ മരിക്കുക അത്രയല്ലേ ഉള്ളൂ എന്ന് ആണ് എല്ലാവരും കളിയാക്കി. പക്ഷേ അദ്ദേഹം തുടങ്ങിയത് എപ്പോഴാണ്? അദ്ദേഹം തുടങ്ങിയ 75 വയസ്സിൽ നിന്നാണ് അല്ലേ? അവിടെ നിന്നാണ്. അതാണ് അവിടെ എനിക്ക് തോന്നുന്നു വേറൊരു ജീവിതം തുടങ്ങി. വേറൊരു ജീവിതം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പൂർവ്വകാലം എന്ന് പറയുന്നത് വേറൊരു ഇതിഹാസമാനമുള്ളതാണ്. തീർച്ചയായിട്ടും. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് AKG ആദ്യം സേലം ജയിൽ ചാടിയ ആദ്യം അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്കാണ് വന്നത്. ഉണ്ണിയെ എനിക്ക് ജീവിതം മറക്കാൻ പറ്റുമോ മോനെ എന്ന് കത്തെഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. AKG അതിലൂടെ പോകുമ്പോഴൊക്കെ അങ്ങോട്ട് വരും. പിന്നെ ആ ഇല്ലം, അദ്ദേഹത്തിന്റെ അമ്മ, അവരൊക്കെ ഒരുപക്ഷെ ആൾക്കാരൊക്കെ വരും. പിന്നെ ഇപ്പോഴത്തെ വടക്കൻ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഇല്ലായിരുന്നു, താവളായിരുന്നു. അവിടെ നിന്ന് പിച്ചവച്ചവരായിരുന്നു ഒരുപക്ഷെ ഒരു കാലത്തെ കമ്മ്യൂണിസം എന്ന് പറയും. അത് പലരും അറിയാതെ പോയ ഒരു വേറെ ഹിസ്റ്ററിയാണ്. എല്ലാം അറിയാം എല്ലാവർക്കും. ഇന്നിപ്പോ എല്ലാവരും പിന്നെ ഇതൊന്നും അതിൽ കൂടുതൽ രേഖപ്പെടുത്താൻ അവരും ആഗ്രഹിച്ചിരുന്നില്ല. അതിനൊരു എന്തെങ്കിലും ഒരു പ്രതിഫലം ആഗ്രഹിച്ചവരല്ല. ആരും ആഗ്രഹിച്ചിട്ടില്ല. അതിന്റെ ആവശ്യവുമില്ല. അതെ. ഒരുപക്ഷെ കൈതപ്രത്തിന്റെ ഒരു ഗരിമ എന്ന് പറയുന്നത് വരികളുടെ മനോഹാരിതയ്ക്കപ്പുറം സംഗീതവും അറിയാമെന്നുള്ളതാണ്. അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു സംഗീതം. അല്ല, സംഗീതം എപ്പോഴും ആവശ്യമാണ് എഴുത്തുകാരന്. അയാൾക്ക് മനസ്സിലൊരു സംഗീതത്തിലൂടെ അത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഞാൻ തന്നെ മ്യൂസിക് ചെയ്തപ്പോൾ അതിൻ്റെയൊക്കെ എനിക്ക് കൂടുതൽ ഉപയോഗിക്കാനും പറ്റി. വേളിക്ക് വെളുപ്പാങ്കാലം, പിന്നെ വണ്ണാത്തിപ്പുഴ, പിന്നെ വാസുവേട്ടൻ്റെ പടങ്ങളിലെ പാട്ടുകൾ, അതെ അങ്ങനെ പല പാട്ടുകളും, പിന്നെ ഭരതൻ്റെ പാട്ടുകൾ, മനോഹരമായ പാട്ടുകളായിരുന്നു. അതൊരു അപാര ഗാനമാണ്, വല്ലാത്തൊരു പാട്ടുകൾ. അതെ. അതിങ്ങനെ കടൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എരമ്പി വരുന്ന പാട്ടുകളാണ് ഇപ്പോഴും. അതെ. എനിക്ക് ഓർമ്മയുണ്ട് ആ പാട്ട്. ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഭരതൻ എന്നെ മദ്രാസിലേക്ക് വിളിച്ചു. എന്നിട്ട് എന്നെ ഈ പാട്ട് കാണിക്കാൻ വേണ്ടി വിളിച്ച് ഗുഡ് ലക്ക് തിയേറ്ററിൽ ഈ പടം ഇട്ടിട്ട് പാട്ട് മാത്രം ഇട്ടിട്ട് എന്നെ കാണിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ സദസ്സിൽ. അപ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളെ ചെമ്പിലറിയാൻ? ചെമ്പിലറയൻ ദൂരെ അസ്തമയ സൂര്യൻ്റെ അത് പറഞ്ഞു, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് മാതൃഭൂമി പ്രൂഫിലേക്ക് തിരിച്ചു പോയാൽ എനിക്ക് കുഴപ്പമില്ല, ഈ ഒറ്റപ്പാട്ട് മതി, ഈ ഒരു ഒറ്റപ്പാട്ട് മതി ഓർമ്മിക്കാൻ. അത്ര ഞാൻ അപ്പോഴാണ് എനിക്ക് മാതൃഭൂമി പ്രൂഫിനെ പറ്റി പറയാനുള്ളത്. മാതൃപ്രൂഫിൽ അഭിമാനിക്കാവുന്ന ഒരു ജോലിയായിരുന്നു. കാരണം പ്രൂഫ് റീഡർ എന്ന് പറയുന്നത് പിന്നെ വാസുവേട്ടൻ്റെ, കുഞ്ഞിരാമൻ നായരുടെ, ഒ വി വിജയൻ്റെ, പിന്നെ ബാലാമണി അല്ല മറ്റേ അന്തർജനം, ലളിതാംബിക അന്തർജനം, അതെ, ബഷീർ, എല്ലാവരുടെയും കൈയക്ഷരത്തിൽ നേരിട്ട് വായിക്കുകയാണ്. ഏറ്റവും അഭിമാനവും കണ്ണു നിറയുന്നതായ ജോലിയായിരുന്നു അത്. അതെ. പലപ്പോഴും വായിക്കാവുന്ന കൈയക്ഷരം തന്നെയാണോ ചിലരൊക്കെ പറയുന്നത്? ചിലരുടെ വായിക്കാൻ പറ്റൂട്ടാ. അത് പ്രൂഫ് റീഡർമാർക്ക് അല്ല കമ്പോസിറ്റർമാർക്കേ അറിയുള്ളൂ വായിക്കാൻ പറ്റൂ. അന്ന് നേരിട്ട് ടൈപ്പ് എടുത്ത് വെക്കുന്നതല്ല. അല്ല അന്ന് അങ്ങനെയാണ്, പിന്നീടാണ് മാറിയത്. ആ കാലത്തൊക്കെ അവർക്കേ അറിയുള്ളൂ കുഞ്ഞിരാമൻ നായരെ തിരിച്ചറിയാൻ. അവരെന്നെ സഹായിക്കും വന്നിട്ട്, അയ്യോ കുഞ്ഞിരാമൻ നായർ ഇതാണ് സംഭവം, ഇതാണ് കൃത്യമായിട്ട് അവർ പറയും. അങ്ങനെയൊക്കെയുള്ള വളരെ അത്ഭുതകരമായുള്ള അനുഭവങ്ങൾ. ഒന്ന് വാസുവേട്ടൻ്റെ സാമീപ്യം, എപ്പോഴും പോയാലും വാസുവേട്ടനെ കാണാമെന്നുള്ളത്, എന്നും കാണാം, അവിടെ ഉണ്ടാവും അല്ലേ? അങ്ങനെ അതുപോലെ കൃഷ്ണവാര്യർ, ആർട്ടിസ്റ്റ് നമ്പൂരി, AS, ഇങ്ങനെ തുടങ്ങിയ മഹാരഥന്മാരുടെ കാലം. അതെ. GN പിള്ള, പിന്നീട് കരൂർ ശശി, അങ്ങനെ കുറേ ആൾക്കാർ മലയാളത്തിലെ സാംസ്കാരിക രംഗത്തെ എണ്ണം പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ജീവിച്ചത് അഭിമാനമുള്ള ജീവിതം. പിന്നീട് സംഗീതത്തിലേക്ക് തന്നെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ജോൺസൺ മാഷുമായി ചേരുന്നത് ഈ വരവേൽപ്പിലെ പാട്ടിലൂടെയാണ് അല്ലേ? ഈ സിനിമയിലേക്ക് വരുമ്പോൾ വരുന്നതിന് മുമ്പേ ശരിക്ക് ഞാൻ എൻ്റെ ഗുരുനാഥൻ S.V.S. നാരായണൻ ഒരാളായിരുന്നു തിരുവനന്തപുരത്ത്. അവിടെ പഠിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ക്ലാസിക്കൽ പഠിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഗുരു എന്നോട് ചോദിച്ചു, 60 ദിവസമായിട്ട് പാടിയാൽ മതിയോ എന്നൊക്കെ തമാശ പറയും. ഞാൻ പറഞ്ഞു പോരാ, എനിക്കിപ്പോൾ പാടണമെന്നു. അതിനിടെ അദ്ദേഹം മരിച്ചു പോയി ഇപ്പോൾ. പക്ഷേ എൻ്റെ ഒരു പരിശ്രമം, ഞാൻ 3 മണിക്ക് രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യും. എപ്പോഴായാലും എവിടെയായാലും എപ്പോൾ കിടന്നാലും ഞാൻ 3 മണിക്ക് എണീക്കും. ഇപ്പോഴും അതെ, 3 മണിക്ക് അന്ന് സാധകം ചെയ്യായിരുന്നു. അപ്പോൾ അത്രയും വാശിയായിട്ട് ചെയ്തിട്ട് ഞാൻ
സാറ് ജീവിച്ചിരിക്കുന്നത് പറ്റിയില്ല മാത്രമേ ഉള്ളൂ. ഒരു 35 വയസ്സാകുമ്പോഴേക്കും ഞാൻ പാടാൻ തുടങ്ങി, കച്ചേരി പാടാൻ തുടങ്ങി. അങ്ങനെ കച്ചേരി പാടുന്ന, ക്ലാസിക്കൽ കച്ചേരി പാടുന്ന ഒരാളും ഉണ്ടായിട്ടില്ല അന്നുണ്ടായിരുന്നില്ല. ദാസേട്ടനെ ഒഴിച്ച് വേറെ ആരുമില്ല, ആരുമില്ല. എഴുത്തുകാരിലും ഇല്ല, പാട്ടുകാരിലും ഇല്ല. നമ്മുടെ സിനിമയിലെ പാട്ടുകാരിൽ ആരുമില്ല. ധൈര്യമായിട്ട് ഞാൻ 4 മണിക്കൂർ കച്ചേരി എടുത്തു. കേരളത്തിലെ പ്രമുഖമായ അമ്പലങ്ങളിലെല്ലാം ഞാൻ പാടിയിട്ടുണ്ട്. ഇതൊക്കെ റെക്കോർഡാണ്, വേറെ ആർക്കും അത് പറ്റില്ല. പിന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നതും ഈ വരവേൽപ്പൊക്കെ അല്ലേ. വരവേൽപ്പിലൊക്കെയാണ് നമ്മുടെ നാടൊക്കെ ഇങ്ങനെ വെള്ളാരപ്പൂ അതില് ഇതുണ്ട്, ഓണത്താറ്. ഓണക്കാറ് എല്ലാവരും അവർക്കറിയില്ല. ഇങ്ങനെ ഒരു കുഞ്ഞി തെയ്യം വരാനുള്ള കാര്യം അറിയാറില്ല അവർക്ക്. ഓണത്തപ്പൻ വേറെ, തെക്കോട്ടൊക്കെ ഓണത്തപ്പൻ. പക്ഷെ അത് അവർക്ക് വലിയൊരു അനുഭവമായിരുന്നു. വേറെ പിന്നെ ഇദ്ദേഹത്തിന് വരെ നമ്മുടെ പിന്നെ സത്യനന്ദിക്കാടിന് പോലും അദ്ദേഹത്തിന് അറിയാത്തൊരു ലോകമാണ്. പക്ഷെ എന്നോട് അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് ഇഷ്ടമായി. അവർ മഴക്കാറോ ഉദ്ദേശിച്ചത്. അതെ, പക്ഷേ ജോൺസണും പിന്നെ സത്യനൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. അതെ. പിന്നെ എത്രയോ പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതെ. ജോൺസൺ എനിക്കൊരു 36 സിനിമ, ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ 36 സിനിമയിൽ ജോൺസൺ മാഷുമായിട്ട് 36 ഹിറ്റാണ്. ആ പാട്ടുകളെല്ലാം ഹിറ്റാണ്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ രവിയേട്ടനായിട്ടും ഔസേപ്പച്ചനായിട്ടും ഒക്കെ ചെയ്തു. പിന്നീട് ദീപക് ദേവ്, പുതിയ ആൾക്കാർ, തുടങ്ങിയ ആൾക്കാർ, അൽഫോൺസ്, ഇവരൊക്കെ നമ്മുടെ കൂടെയാണ്. ഇവരുടെ പലരുടെയും ഫസ്റ്റ് പടവും എൻ്റെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഓർമ്മിക്കാനുള്ളത് എൻ്റെ ലോഹിയാണ്. ലോഹിയെ വിട്ടിട്ട് എനിക്ക് സിനിമയില്ല. ജയരാജൻ ലോഹിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഒരു ഹൃദയാടുപ്പം ലോഹിയായിട്ടാണ്. ഇവിടെ വരുമ്പോഴേ പിന്നെ മൂകാംബികൾ ഒരുമിച്ച് പോകും. ഈ ഭരതേട്ടനോടുള്ള സ്നേഹമാണോ ജയരാജിലെത്തിയത്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ അങ്ങനെ പരമ്പര? ആദ്യം ജയരാജനെ പരിചയപ്പെട്ടു. പിന്നെയാണ്, കാരണം ജയരാജന്റെ വിദ്യാരംഭമൊക്കെ വിദ്യാരംഭമൊക്കെ ചെയ്തത്. പിന്നെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഒരു സോപാന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയല്ലോ അല്ലേ? അത് മൂകാംബികയിൽ പടം ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷനും പകുതി ഭാഗം ഞാനാ. അതെ. ഇപ്പൊ ഈ സിനിമകളിൽ ഇത്രയും സംഗീത സംവിധായകരോടൊപ്പം എനിക്ക് തോന്നുന്നത് എല്ലാം ഒരു തലമുറയുടെ മഹാരഥന്മാരാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞത്. അതെ. അവരോടൊക്കെ ഇതിൽ ജോൺസൺ മാഷയുടെ ഒരു ജീവിതവും ഒരു കുടുംബവും ഒക്കെയാണ് ഒരു അല്പം ഒരു ദുരന്ത സ്വഭാവം വന്നത്. അല്പം കണ്ണീർ, അത്രേ ഉള്ളൂ അല്ലേ? കണ്ണീർ പൂവായി മാറിപ്പോയി ജോൺസൺ മാഷ് അല്ലേ? അവരുടെ ഒരു ഫാമിലിയിൽ തന്നെ അങ്ങനെ ഒരു വിഷയം വന്നു. പക്ഷെ അതൊന്നും പുള്ളി അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അറിഞ്ഞില്ല. അതൊക്കെ പിന്നെയാണ്. അതായിരിക്കും ഒരു സങ്കടമായിട്ട് താങ്കൾക്ക് ഉണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും അവരുടെ അവർക്കൊക്കെ ഉണ്ട്. പിന്നെ രവിയേട്ടനുണ്ടായിരുന്നു. രവിയേട്ടനും ആവശ്യമില്ലാത്ത സമയത്താണ് പോയത്, ലോകത്തിന് ആവശ്യമുള്ള സമയത്ത് ആണ് പോയത്. ഇപ്പോൾ ഈ സംഗീതപ്രധാനമായ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം അങ്ങയുടെ കൂടെ മോഹൻലാലും അങ്ങുവാണെങ്കിൽ അതാണ് ഏറ്റവും സംഗീതപ്രധാനമായ സിനിമയുടെ ഒരു ഇല്ലേ. മോഹൻലാലാണ് പാടുന്നതെന്ന് തോന്നുന്ന ഒരു അനുഭവം പൊതുവെ എല്ലാവർക്കും ഉണ്ട് അല്ലേ? പിന്നെ അങ്ങയുടെ രൂപമൊക്കെ വെച്ച് അങ്ങയെ ഒരു വില്ല സ്വഭാവമുള്ള ഒരു സംഗീതജ്ഞനായിട്ട് അന്നേ ആളുകൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അല്ലേ? ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതെ. അതിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഈ രാസലഹരി ഉപയോഗിച്ചിട്ടില്ല, ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. ഇല്ല. സംഗീതമാണ് ലഹരി. അതെ, ഒരു ലഹരിയില്ല. മ്യൂസിക്കാണ് ലഹരി, എഴുത്ത് മ്യൂസിക്കാണ് അക്ഷരലഹരി. അതാണ്. ഇപ്പോൾ കണ്ണീർപ്പൂവിൻ്റെ കഥ പറഞ്ഞു ഇപ്പം ജോൺസൺ മാഷ് കണ്ണീർപ്പൂവിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെയാണ് അങ്ങയുടെ സഹോദരനും വേറൊരു കണ്ണീർപ്പൂവാണ് അല്ലേ? ഒരു കുറച്ച് സിനിമകളിലൂടെ ഒരു സംഗീത സംവിധായകനായി അസാധ്യമായിട്ടുള്ളൊരു കഴിവുള്ള കുട്ടി, അസാധ്യമായ കഴിവുണ്ടായിരുന്നു. അങ്ങനെ ജ്ഞാനസ്ഥനാണ് മ്യൂസിക്കിലൊക്കെ. എന്നെക്കാളും ജ്ഞാനസ്ഥനാണ്. കരിനീല കണ്ണഴുകിയും പാട്ട് മ്യൂസിക് ചെയ്യുന്നത് മാത്രമല്ല, അതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയൊക്കെ ഭയങ്കര ധാരണയാണ് പുള്ളിക്ക്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഒരു ഇതിൻ്റെയാണ്, ഈ എന്താണ് കണ്ണകിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണ് കിട്ടിയത് അല്ലേ? അത്ര പവറാണ്. ജോൺസൺ മാഷും അതിലൊരു ക്യാമനായിരുന്നു അല്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ? ഇവനുണ്ടായിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഒരു മ്യൂസിക്കിലൊരു ജോൺസൺ ഒരു പകരക്കാരനായിട്ട് ഉണ്ടാവുമായിരുന്നു അല്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ? ജോൺസന്റെ വലിയ ആരാധനായിരുന്നു. പിന്നെ അങ്ങയുടെ ഒരു ഇപ്പൊ കളിയാട്ടം എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ തെയ്യം നാട് അതിലൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി താങ്കൾക്ക് ഇടപഴകാൻ, കഥാപാത്രങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. തെയ്യക്കാറും പൂമാലക്കാവും എല്ലാം ചുറ്റിലല്ലേ? എങ്ങനെയാണ് അത് ഓർക്കുന്നത് കളിയാട്ടത്തിൽ? എല്ലാ ശരിക്കും അതിൻ്റെ കഥ പോലും എൻ്റെ ആദ്യം. പിന്നെയാണ് അതിൽ ഈ മറ്റേ
ഒഥല്ലോ മിക്സ് ചെയ്തത്. അതെല്ലാം മിക്സ് ചെയ്ത് അത് ഡ്രാമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നെ ഈ എൻ്റെ തീച്ചാമുണ്ടി കവിത വായിച്ച് കേട്ടിട്ടാണ് പുള്ളി അതിലൊരു ശ്രദ്ധ വന്നത്. അതിലൊക്കെ ആ തീച്ചാമുണ്ടി ഞാൻ അതിനകത്ത് വെച്ച് കൊടുക്കുകയും ചെയ്തു. കൊടുക്കുകയുണ്ട്. ടൈറ്റിൽ സോങ് എൻ്റെ തീച്ചാമുണ്ടിയാണ്, കവിത മേലേരിയുടെ ആ ഒരു അല്ലേ. അങ്ങനെ അത് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, അത് മാത്രം പോരാഞ്ഞിട്ടാണ് ഒരു ഡ്രാമ അതിനകത്ത് കയറ്റിയത്. അതാണ് അല്ലേ. തീച്ചാമുണ്ടിയാണ് അതിൻ്റെ ഒരു ബേസ്. ബേസ് അതിൽ നിന്നാണ് ഒഥല്ലോയുടെ കഥ. ഏഴിമലയോളം മേലേക്ക് ഏഴുകോലാഴം താഴേക്ക് കോലത്തുനാടിൻ്റെ വക്കോളം നട്ടരയാലിൻ്റെ വേരുണ്ട്, വേരു തീണ്ടിച്ചെന്ന മണ്ണിലെല്ലാം നട്ടരങ്ങത്തെ പൊടിപ്പുണ്ട്, ആല് തെഴുത്തേടമാൽ തറക്കാവും വാളും വിളക്കും മതിലുമുണ്ട്. അതാണ് ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ കഥയാണ്. ഇപ്പൊ കതിവന്നൂർ വീരന്റെ ഒടുവിലത്തെ ആ പാട്ടുകളും അല്ലേ, പാട്ടൊക്കെ ഉണ്ട്. അതെ, മറ്റേ ചെമ്മരത്തിയുടെ ഏഴിനുമേതെ പ്രഭാകരന്റെ നോവലുണ്ട്, ചെറിയ നോവൽ, വളരെ ഭംഗിയുള്ള നോവലായിരുന്നു. അതെ, ഏഴിനുമേതെ എന്നുള്ള വാക്ക് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചു പാട്ടില്. അതെ, അതുകൊണ്ടാണ് ഉപയോഗിച്ചത്. ഈ കൊടകിനെ വർണ്ണിക്കുന്നതാന്ന് തോന്നുന്നു, കൊടകിനെ പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ, അന്നത്തെ നാടൻ പ്രയോഗമാണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ ഏഴിനുമേതെ. ഞാൻ സ്നേഹത്തിന്റെ യമുനയാണ് കാണുന്നത്, ഞാൻ സ്നേഹത്തിന്റെ സരയൂ നദിയാണ്. സ്നേഹമാണ് പാടുന്നത് മാത്രമാണ്, വേറൊന്നല്ല. അന്ന് എനിക്കത് നോക്കേണ്ട കാര്യമില്ല. ധോണിയുടെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എൻ്റെ അമ്പലപ്പുഴയാണ്. ഇത് ഭാവിയിലെ എന്നെ തിരിച്ചറിയപ്പെടുന്ന ഒരു സംഭവം മ്യൂസിക് തെറാപ്പിയിലായിരിക്കും. അതെ, ഞാനത് ആഗ്രഹിക്കാം. ഒരു സംഗീതജ്ഞൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ സംഗീതം കൊണ്ട് സാന്ത്വനം ചെയ്തിട്ടുള്ള ഒരാൾ ജീവിച്ചിരിക്കുന്നത് പറയുന്നതാണ് എനിക്കിഷ്ടം. രാവിലെ ആകുമ്പോഴേക്ക് ഈ കുട്ടിക്ക് പാട്ടിങ്ങനെ കേട്ട് തനിയെ കൊണ്ടു ജീവിച്ചു. ജീവൻ നൽകി, സംഗീതം ജീവൻ നൽകുന്നതായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോള് എന്നെ കൊണ്ട് ജീവിച്ചു എന്നുള്ളത്. വികസനം കാണാമെന്ന് ജനങ്ങളെ കണ്ട് അന്തം വിട്ടുപോയി ഞാൻ. അവർക്ക് എന്തെല്ലാം ജോലിയുണ്ട്, എന്തൊക്കെ മനസ്സുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 75 കൊല്ലം ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു. അല്ല, അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളുടെ അടുത്ത് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞാൻ പോകണം. വസുദൈവ കുടുംബമാണ് എൻ്റെ പിന്നെ രാഷ്ട്രീയം. അത് ഭാരതീയൻ്റെ മാത്രമല്ല, ഞാൻ പൂർണ്ണമായും ഭാരതീയൻ തന്നെയാണ്. ഭാരതത്തിൻ്റെ അഭിമാനം ഉള്ള ആളാണ്, വിശ്വാസമുള്ള ആളാണ്. എൻ്റെ കൂടെ താമസിക്കുന്ന, എൻ്റെ മോനെ പോലെ ഞാൻ താമസിക്കുന്ന, എൻ്റെ മോനെ പോലെ എന്നെ നോക്കുന്ന ജംഷീർ എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 17 കൊല്ലമായി. അത് 1-2 കൊല്ലമൊന്നുമല്ല. ഇതൊന്നും ആരെയും അറിയിക്കാൻ വേണ്ടിയൊന്നുമല്ല.